മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചുള്ള CPM PB അംഗം എ വിജയരാഘവന്റെ പ്രസംഗത്തിനെതിരെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ വലിയ വിമർശനം ഉണ്ടായി. തൊഴിലെടുക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശനം ശരിയല്ല എന്നായിരുന്നു ചർച്ചയിൽ ഉയർന്നു കേട്ട പ്രധാന വിമർശനം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും ടെലിഫോണിൽ ചേരുന്നു. സമീർ ബിൻ കരീം, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ ഈ മാധ്യമപ്രവർത്തകരോട് നടത്തിയ അക്രമമൊന്നും പാർട്ടിയിലെ പല ആളുകൾക്കും രുചിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയൂ. തീർച്ചയായും എസ്കെൻ അങ്ങനെ തന്നെയാണ്. മലപ്പുറം താനൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന പൊതു ചർച്ചയിലാണ് ഈ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിജയരാഘവന്റെ പ്രസംഗത്തിനെതിരെ നിശിതമായ വിമർശനമാണ് പൊതു ചർച്ചയിൽ ഉയർന്നിരിക്കുന്നത്. തൊഴിലെടുക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശനം ശരിയല്ലെന്നായിരുന്നു ചർച്ചയിൽ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതോടൊപ്പം തന്നെ ഈ മാപ്രകൾ എന്ന് വിളിക്കുന്നതും ശരിയായ ഒരു രീതിയല്ല. അണികളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കും. പക്ഷേ എ വിജയരാഘവൻ എന്തിനാണ് ഈ പദം ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉയർന്ന ഒരു വിമർശനങ്ങളിൽ ഒന്ന്. ഉദ്ഘാടന പ്രസംഗത്തിൽ എ വിജയരാഘവൻ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ അധിക്ഷേപിക്കുന്ന രൂപത്തിലായിരുന്നു പ്രസംഗിച്ചിരുന്നത്. മാധ്യമപ്രവർത്തകരെ പലതവണ മാപ്രകൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തും അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പോലീസിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനും വി അബ്ദുറഹ്മാനും സ്വന്തം മണ്ഡലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് എന്നും ഈ പൊതുചർച്ചയിൽ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ പ്രവർത്തന റിപ്പോർട്ടിന് മുകളിലുള്ള പൊതുചർച്ചയിലാണ് ഇത്തരം ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിമർശനവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്നും ഒരു പക്ഷേ ചർച്ചയുണ്ടായേക്കും. ഓക്കെ, താങ്ക് യു.